പാലക്കാട് നഗരസഭയുടെ കോട്ടമൈതാനത്തെ ഒയിസ്ക ചിൽഡ്രൻസ് പാർക്കിൽ ഇനി ജമ്പിംഗ് ബലൂണും. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ ലോകത്തിൽ എല്ലാ കുട്ടികളും സോഷ്യൽ മീഡിയ ലോകത്തിലേക്ക് അടിമപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് കണ്ട് അവിടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിനോദോപാധി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ കുളത്തിലും പുഴയിലും തെരുവോരങ്ങളിലും അതുപോലെ തന്നെ ഗ്രൗണ്ടുകളിലുമെല്ലാം കുട്ടിക്കാലം ചെലവഴിച്ചിരുന്ന ആ ഘട്ടത്തിൽ നിന്ന് മാറി ഇന്നെല്ലാം തന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുവരുന്നത്. ആ തന്നിലേക്ക് ഒതുങ്ങുന്നത് മൂലം ഇന്ന് കുട്ടികൾ ചെന്ന് പെടുന്നത് ഭീകരമായിട്ടുള്ള മറ്റ് പല വലകളിലാണ്. അടുത്ത കാലത്ത് പാലക്കാട് നഗരത്തിൽ 15 വയസ്സുള്ള പെൺകുട്ടിയാണ് ലഹരിക്ക് അടിമപ്പെട്ട് രാത്രി 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മളെല്ലാം പത്രങ്ങൾ വായിച്ചും മാധ്യമം കണ്ട് മാത്രം ശീലിച്ചിട്ടുള്ള സാധാരണ പാലക്കാടുകാർക്ക് സംബന്ധിച്ച് ഏറെ സങ്കീർണമായിട്ട് അല്ലെങ്കിൽ വളരെ ദുഃഖകരമുള്ള വിഷയമായിരുന്നു. 15 വയസ്സുള്ള പെൺകുട്ടി ലഹരിക്കടിമപ്പെട്ട് കുടുംബത്തിൽ നിന്ന് രാത്രി 10 ഇറങ്ങി പോകുന്നുള്ള ഒരു ഘട്ടം. അത്തരത്തിൽ തന്നിലേക്ക് ഒതുങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വേറെബോട്ട് സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് ഇതെല്ലാം സോഷ്യൽ ബീയിങ് ആയിരുന്നു. ഏതൊരു കുട്ടിക്കും ചുറ്റും സൗഹൃദ വലയങ്ങളുണ്ടായിരുന്നു, വീടുകൾക്കൊരു സൗഹൃദ വലയങ്ങളുണ്ടായിരുന്നു. ഈ സൗഹൃദ വലയം രൂപാന്തരപ്പെട്ടത് ഇതുപോലുള്ള അവർ പരസ്പരം ചെലവഴിച്ചിരുന്ന വിനോദ നിമിഷങ്ങൾക്ക് സൗഹൃദം രൂപാന്തരപ്പെട്ടു. ഇന്ന് അതിന് നേരമില്ല. 2 പതിറ്റാണ്ടിലേറെയായി നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് പാർക്ക് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒയിസ്കയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒയിസ്ക പ്രസിഡന്റ് നിഖിൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്താദേവി, മുൻ പ്രസിഡന്റുമാരായ ബി ജയരാജൻ, കെ ആർ ചന്ദ്രൻ, സെക്രട്ടറി സുനിത ഗോപിനാഥ്, ട്രഷറർ ശശികല വാസുദേവൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ആനന്ദിക്കാനും ആവേശത്തോടെ കളിച്ചുല്ലസിക്കാനും സന്തോഷത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും പാർക്കിന്റെ നവീകരണത്തിലൂടെ സാധ്യമായെന്ന് ഒയിസ്ക പ്രസിഡന്റ് നിഖിൽ കൊടിയത്തൂർ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.